എവിടെ പോവാ? നീ അറിയണ്ട. അതെന്താ ഞാൻ അറിഞ്ഞാലേ? മനുഷ്യൻ ഒന്നാമത് തീ നിന്നിരിക്കുക. ഞാൻ അവന്റെ വീട് വരെ പോവാ. അവിടെ പോവണ്ട, ഒന്ന് പോയി നാണം കെട്ടതല്ലയോ. അതുകൊണ്ട് തന്നെ പോന്നെ. ആ നാണക്കേട് ഞാനങ്ങ് തീർത്തോളാം. നിങ്ങൾ പോവണ്ട. അച്ചോ മാളോ, പിന്നെ അച്ഛൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്തിന്? അത് നിങ്ങൾ അറിയണ്ട. അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. അത് തന്നെ ശരി. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ എനിക്കറിയാം. തൽക്കാലം നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഞാൻ പോകാൻ തീരുമാനിച്ചാണ് ഇറങ്ങിയതാ. എന്നാ ഞങ്ങളും വരുന്നു. അതെന്തിനാ? എന്തിനായാലും മാളു നീ പോയി റെഡിയാവും. നന്ദു ഇല്ല ഇവിടെ? എന്താ എന്താ ചേട്ടാ? എന്താ രണ്ടുപേരും കൂടി രാവിലെ? പ്രത്യേകിച്ചൊന്നുമില്ല. നന്ദു ഇല്ല ഇവിടെ? എന്താ? എന്തിനാ? ഒന്ന് കാണാനാ. നീ നല്ലപോലെ കണ്ടിട്ടല്ലേ ഇവിടുന്ന് പോയത്? അത് പോരെ? ആ പോരാ, ഒന്ന് വിളിക്ക്. അവൻ രാത്രിയിലെങ്ങാണ്ടാ വന്ന് കിടന്നത്. സാരമില്ല, വിളിക്ക്. വേണ്ടേ? ഇത് ആസിഡ്, ഇത് പെട്രോൾ. നീ ഏതാന്ന് വെച്ചാൽ എടുത്ത് പ്രയോഗിക്കും. എന്തുവാ ഇത്? എന്താ മോളെ, എന്തുണ്ടായി? ഒന്ന് തെളിച്ചു പറ. അവൻ പെട്രോളും ആസിഡും ഒക്കെ ആയിട്ട് മാളുവിനെ വരട്ടാൻ ഇറങ്ങിയായിരുന്നു. കത്തിക്കാനും തീരാനും ഒക്കെയാണ് തീരുമാനമെങ്കിലേ നമുക്ക് എല്ലാവർക്കും കൂടെ ആകാം. അത്രേ ഉള്ളൂ. ദേ, ഇത് പെട്രോള്, ഇത് ആസിഡ്. നീ ഏതാന്ന് വെച്ചാൽ എടുത്ത് പ്രയോഗിക്കും. കത്തിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ. എന്തുവാണ് ഇത്? എന്തുവായി കേൾക്കുന്നതൊക്കെ? ഞാനൊരു ഉറപ്പ് തരാം. മോൾ എവിടെ വേണേലും പോയി പഠിക്കുകയോ ജീവിക്കുകയോ ചെയ്യും. ഇവനിൽ നിന്ന് യാതൊരുവിധ ശല്യം ഉണ്ടാകത്തില്ല. അച്ഛനാ പറയുന്നേ, എന്റെ ഉറപ്പാ. അത് മതി ചേച്ചി, വാ പോവാ. അപ്പൊ അച്ഛൻ എവിടായിരുന്നു? അപ്പൊ അത് ശരിക്കും ആസിഡും പെട്രോളും തന്നെ ആയിരുന്നു.